കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളമെത്തി. മാർച്ച് മാസത്തെ ശമ്പളം ഒറ്റത്തവണയായി ഏപ്രിൽ മാസം 1-ാം തീയതി വിതരണം ചെയ്തു തുടങ്ങി. 2020 ഡിസംബർ മാസത്തിന് ശേഷം ആദ്യമായാണ് കെഎസ്ആർടിസിയിൽ 1-ാം തീയതി ശമ്പളം മുഴുവനായി വിതരണം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, അങ്ങനെ കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഒരു പുതു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഏറെ നാളുകൾക്ക് ശേഷം അവർക്കിതാ ഏപ്രിൽ 1-ന് തന്നെ ശമ്പളം ലഭിച്ചിരിക്കുകയാണ്. കെഎസ്ആർടിസി ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം കിട്ടി എന്ന് പറയുന്നത് വാർത്തയായി നൽകേണ്ടി വരികയാണ്. കഴിഞ്ഞ കുറേ കാലത്തെ അവരുടെ ഒരു പ്രതിസന്ധി അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. 15-ാം തീയതി കഴിഞ്ഞാലോ 20-ാം തീയതിയോട് അടുക്കുമ്പോഴൊക്കെയാണ് ആ ശമ്പളം വരുന്നത്. അതും പകുതി ശമ്പളം വരും, പിന്നീട് മറ്റൊരു ഗഡുവായി അടുത്ത ഘട്ടം കൊടുക്കും. അങ്ങനെയാണ് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ 1-ാം തീയതി തന്നെ ശമ്പളം വന്നിരിക്കുന്നു. ആ ശമ്പളം ഒറ്റ തവണയായാണ് വന്നിരിക്കുന്നത്. അതിൽ ഗഡുക്കളായി തിരിച്ചിട്ടില്ല. ഒന്നിച്ച ശമ്പളം അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നു. 80 കോടി രൂപ ഇന്ന് തന്നെ വിതരണം പൂർത്തിയാക്കാനാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അക്കൗണ്ടുകളിലേക്ക് ശമ്പളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2020 ശേഷം ആദ്യമായാണ് ഈ ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം കിട്ടുന്നത്. അപ്പോൾ എത്രത്തോളം പ്രതിസന്ധിയിലൂടെയാണ് കെഎസ്ആർടിസി ജീവനക്കാർ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം കടന്നു പോയത് എന്നുള്ളത് പറയേണ്ടതില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ നിന്നും ഒരു കരകയറാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കെഎസ്ആർടിസി എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും എത്തിയിട്ടില്ല. പക്ഷേ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഇവർക്ക് ഈ ശമ്പളം കിട്ടുന്നില്ല. അവരുടെ ഈ ബുദ്ധിമുട്ടും കണ്ണീരുമൊക്കെ ഇങ്ങനെ വാർത്ത ചെയ്ത് നമ്മൾ മടുത്തിരിക്കുകയാണ്. അതിനിടെയാണ് അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നു എന്നൊരു വാർത്ത വരുന്നത്. കഴിഞ്ഞ 8 മാസമായി ഇവർക്ക് ശമ്പളം 1-ാം തീയതി കിട്ടുന്നില്ലായിരുന്നുവെങ്കിൽ കൂടി കിട്ടുന്ന ശമ്പളം ഒറ്റ ഗഡുവായി കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷം അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഈ 1-ാം തീയതി തന്നെ ശമ്പളം കിട്ടുന്നതും. ഇനിയുള്ള മാസങ്ങളിലും അങ്ങനെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അമൽ, ഇനിയുള്ള മാസങ്ങളിലും കെഎസ്ആർടിസി ജീവനക്കാർക്ക് അങ്ങനെ തന്നെ ശമ്പളം ലഭിക്കട്ടെ. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.